അങ്ങനെ രേഖപ്പെടുത്താതിരിക്കുമ്പോൾ പരസ്പരം സമ്മതിച്ച് എന്തായിരുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന നിലയിൽ വേണം അത് എടുക്കാൻ. ആദ്യം ഒരു എഗ്രിമെൻ്റ് എഴുതും. ആ എഗ്രിമെൻ്റ് ബിൽഡർ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലാൻഡ് ലോഡിന് അല്ലെങ്കിൽ ഭൂ ഉടമയ്ക്ക് നഷ്ടം വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പോലും പരസ്പരം ഉണ്ടായിരുന്ന ധാരണ, ഒരു പൈസയും ഞാൻ കൊടുക്കേണ്ട, എനിക്ക് ഇത്ര നമ്പർ ഫ്ലാറ്റുകൾ നമ്പർ ഇട്ടതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണമെങ്കിൽ അവിടെ നികുതി ബാധ്യത ഇല്ല എന്നാണ് പൊതുവേ പറയേണ്ടത്. അങ്ങനെ അനധികൃതമായിട്ട് നികുതി ഏതെങ്കിലും ഫ്ലാറ്റ് ഉടമകൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമവിരുദ്ധമാണ്. അത് ബന്ധപ്പെട്ട GST അധികാരികൾക്ക് മുന്നിലും അതേപോലെ സിവിൽ നടപടി അനുസരിച്ച് ആ പൈസ അവരിൽ നിന്ന് ഈടാക്കാൻ കഴിയൂ. ഞാൻ പ്രത്യേകം പറയുന്നു, എഗ്രിമെൻറ്റിലെ വ്യവസ്ഥയാണ് ഇവിടെ അടിസ്ഥാനപരമായി നോക്കേണ്ട കാര്യം. അതുകൊണ്ട് സ്ഥലം വിട്ടുകൊടുത്ത് ഫ്ലാറ്റ് ഇത്ര എണ്ണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ലാൻഡ് ലോഡർ തീർച്ചയായും എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എക്സ്പേർട്ടിനെ കൊണ്ട് വായിപ്പിച്ച് നോക്കി ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്ത് തൻ്റെ ഭാഗം സേഫ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ആ ജോയിൻ്റ് വെഞ്ചർ എഗ്രിമെൻ്റ് ഒപ്പിടാൻ. അതേപോലെ എന്ത് തരം എഗ്രിമെൻറ്റും ഏത് കാര്യത്തിനും നമ്മൾ കൊടുക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് നികുതി ഏതെങ്കിലും വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ബിൽഡർമാർ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അത് പലപ്പോഴും തെറ്റായ നടപടിയാണെങ്കിൽ പോലും ലാൻഡ് ലോഡിന് അവിടെ വേറൊരു വഴി ഇല്ലാത്ത സമയത്ത് പലപ്പോഴും അത് നികുതി അടയ്ക്കേണ്ട ബാധ്യത വന്നിട്ടുണ്ട്. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon.